ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണെന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ദൈവ വചനത്തിൻ്റെ കീഴായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ആരാണ് ബുദ്ധിയുള്ള മനുഷ്യൻ? പാറമേൽ വീട് പണിത ഒരു മനുഷ്യനാണ്. ഇവിടെ പറയുന്ന പാറ എന്ന് പറയുന്ന ദൈവ വചനമാകുന്ന, ക്രിസ്തുവാകുന്ന വചനമാകുന്ന പാറമേൽ പണിയപ്പെടുന്ന ഒരു കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം, കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ, പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞവർ, കുടുംബജീവിതം നയിക്കുന്നവർ, കുടുംബജീവിതം ഒരു അനുഗ്രഹമായി തീരുവാൻ, തലമുറകൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഒരു കുടുംബജീവിതം എങ്ങനെയായിരിക്കണമെന്ന് കർത്താവിൻ്റെ വചനം എങ്ങനെ പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യസ് 7-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം പരിശുദ്ധനായ പൗലോസ് ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നു. ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം. അല്ലെന്ന് വരികിൽ ഭർത്താവിനോട് നിരന്നുകൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത്. ഒരു കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ, ദൈവ വചനമനുസരിച്ച് പണിയപ്പെടുന്ന ഒരു കുടുംബജീവിതമായി തീരുവാൻ കർത്താവിൻ്റെ വചനം അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുകയാണ്. ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. അതായത് ഭാര്യാഭർത്തൃ ബന്ധം ഏറ്റവും സ്നേഹത്തിൽ, ഐക്യത്തിൽ ആയിരിക്കണമെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ഇന്ന് കുടുംബജീവിതത്തിൽ പരാജയമുണ്ടാകാൻ ഒരു കാരണം ഇതാണ്. മാതാപിതാക്കളാണെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ വേർപിരിഞ്ഞുള്ള ജീവിതം അത് തലമുറകൾക്ക് അത് ദോഷമാണ് എന്ന് ദൈവവചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ വചനം ഇങ്ങനെ പറയുന്നു. പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കേണ്ടത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. പരീശന്മാർ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നു വിഹിതമോ എന്ന് അവനെ പരീക്ഷിക്കേണ്ടി ചോദിച്ചു. അതിന് യേശു നൽകുന്ന മറുപടി ഇതാണ്. സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളിച്ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ യേശു നൽകുന്ന മറുപടി നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. കാരണം വിവാഹം എന്ന കൂദാശയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു വേദഭാഗമാണ്. അതുകൊണ്ട് വിവാഹം എന്ന കൂദാശയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ യേശു പറയുകയാണ്, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളിച്ചെയ്തു നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതായത് പരീശന്മാർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും യേശു ന്യായപ്രമാണത്തിൽ നിന്നാണ് ഉത്തരം നൽകുന്നത്. ന്യായപ്രമാണം അനുസരിച്ച് ഒരു മനുഷ്യൻ ഭാര്യയോട് പറ്റിച്ചേരുമെന്ന്, അവരിരുവരും ഒരു ദേഹമായി തീരുമെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്ന് യേശു തമ്പുരാൻ പരീശന്മാരോട് ചോദിക്കുകയാണ്. എന്നിട്ട് വീണ്ടും യേശു നൽകുന്നൊരു കൽപ്പന ഇതാണ്, അവർ ഇനി മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന സമയം കുടുംബബന്ധം വേർപിരിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, ഭാര്യാഭർത്തൃബന്ധം വേർപിരിയാൻ ആഗ്രഹിക്കുന്ന, ഡൈവോഴ്സിൻ്റെ വക്കിലായിരിക്കുന്നവർക്ക് നൽകുന്നൊരു വചനമാണ്. ഡൈവോഴ്സിൽ ഒരിക്കലും ഈ ദൈവവചനപ്രകാരം ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. വിവാഹബന്ധം വേർപിരിയാൻ പാടില്ല. കാരണം ഇവിടെ യേശു നൽകുന്ന കൽപ്പന ഇതാണ്, ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഇന്ന് മനുഷ്യൻ ഡൈവോഴ്സിന് വേണ്ടി, വിവാഹബന്ധം വേർപിരിയാൻ വേണ്ടി എടുക്കുന്ന ചില തീരുമാനങ്ങൾ നിസ്സാരമായ കാരണങ്ങളാണ്. അന്ന് പറഞ്ഞ വാക്കിനെ പ്രതി ദേഷ്യവും വാശിയും വൈരാഗ്യവുമായി അവസാനം ഡൈവോഴ്സിന് വേണ്ടി ഒരുങ്ങുന്നവർ.
അല്ലെങ്കിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിഹത്യ ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അല്ലെങ്കിൽ അമ്മായപ്പൻ കാരണം, അമ്മായിമ്മ കാരണം, അല്ലെങ്കിൽ ഭർത്തൃ സഹോദരങ്ങൾ കാരണം, അല്ലെങ്കിൽ ഭാര്യ സഹോദരങ്ങൾ കാരണം, ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് ഡൈവോഴ്സിന് വേണ്ടി ഒരുങ്ങുന്നവരുണ്ട്. ഇനി അതുമല്ലെങ്കിൽ ചില രോഗങ്ങളാണെന്ന് പറഞ്ഞ്, ചില ശാരീരികമായ രോഗമുള്ളതുകൊണ്ട് ഉപേക്ഷിക്കുക, ചില മാനസികമായ രോഗമുള്ളതുകൊണ്ട് ഉപേക്ഷിക്കുക. എന്തായാലും ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന് കൽപ്പന ഉള്ളപ്പോൾ ഡൈവോഴ്സ് എന്ന് പറയുന്ന വാക്ക് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ജീവൻ നയിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പാടില്ല. അതുകൊണ്ടാണ് സാധിക്കുന്നിടത്തോളം സഭയിൽ ഡൈവോഴ്സിന് വേണ്ടി ഒരുങ്ങുന്നവരെ ഒരുമിച്ച് ജീവിപ്പിക്കാൻ വേണ്ടി അതിനുവേണ്ടി കൗൺസിലിങ്, ധ്യാനം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. എന്നിട്ടും അതൊന്നും സ്വീകരിക്കാൻ കഴിയാതെ സ്വാർത്ഥ മോഹങ്ങൾക്ക്, സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കുന്ന ഒത്തിരി പേര്, സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന ഒത്തിരി പേര്. ഇവിടെ വചനം പറയുന്നു, ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമേ ഭാര്യ ഉപേക്ഷിക്കാൻ യേശുക്രിസ്തു അനുവദിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ കർത്താവിൻ്റെ വചനം അനുവദിക്കുന്നുള്ളൂ. വ്യഭിചാരക്കുറ്റം കൊണ്ടല്ലാതെ ഭാര്യ ഉപേക്ഷിക്കാൻ, ഭർത്താവിനെ ഉപേക്ഷിക്കാൻ ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ വചനം അനുവദിക്കുന്നില്ല. എന്നാൽ ഇന്ന് ഡൈവോഴ്സ് നടക്കുന്ന മൂല കാരണം എന്താണ്? വ്യഭിചാരക്കുറ്റം കൊണ്ടാണോ എന്ന് നാം ഒന്ന് സ്വയം പരിശോധിക്കണം. ഇന്ന് നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ്, അന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ പേരിൽ, അമ്മായിപ്പൻ പറഞ്ഞ, അമ്മായി പറഞ്ഞൊരു വാക്കിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ജീവിത പങ്കാളി പറഞ്ഞൊരു വാക്കിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഭർത്തൃ സഹോദരങ്ങൾ, ഭാര്യ സഹോദരങ്ങൾ പറഞ്ഞ അന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ പേരിൽ തുടങ്ങിയ വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവും അവസാനം ഡൈവോഴ്സിൽ വന്നെത്തുന്നു. ഇവിടെ നമ്മൾ പരിശോധിക്കണം, ഇത് ദൈവഹിതമാണോ? കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ മൂല കാരണം ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറ്റിച്ചേരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന ഇരുവരും ഒരു ദേഹമായി തീരണം. ഈ ഒരു ദേഹമായി തീരുന്ന ഒരു അനുഭവം കുടുംബജീവിതത്തിലുണ്ടോ? പ്രതിസന്ധികൾ വരാം, പ്രശ്നങ്ങൾ വരാം, കുറ്റപ്പെടുത്തൽ വരാം, ഒറ്റപ്പെടുത്തൽ വരാം, കോപിക്കാം, കോപമുണ്ടാകാം, ദേഷ്യമുണ്ടാകാം, വാശിയുണ്ടാകാം, വൈരാഗ്യമുണ്ടാകാം. എന്നാൽ വചനം പറയുന്നത് കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് രമ്യതപ്പെടണം. നമുക്ക് ഈ രമ്യതപ്പെടാനുള്ള കഴിവുണ്ടോ? അതിനുള്ള അവസരം നാം കണ്ടെത്തുന്നുണ്ടോ? ഇന്ന് പലപ്പോഴും വാശിയും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകും? ഇന്ന് പല കുടുംബ ബന്ധങ്ങളും പരിശോധിക്കുമ്പോൾ അവർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്, ഒരു വീട്ടിലാണ് കിടന്നുറങ്ങുന്നത്, ഒരു മുറിയിലാണ് കിടന്നുറങ്ങുന്നത്, ഒരു കട്ടിലാണ് കിടന്നുറങ്ങുന്നത്. എന്നാൽ പരസ്പരം ഒരു ബന്ധമില്ല, പരസ്പരം സംസാരമില്ല, പരസ്പരം പങ്കുവെക്കലില്ല, പരസ്പരം വാശിയും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവുമായിട്ട് ജീവിക്കുന്ന അനേകം വ്യക്തികൾ. അതുകൊണ്ട് സ്വയം ഒന്ന് പരിശോധിക്കണം, ഭാര്യ ഭർത്തൃ ബന്ധം എത്രമാത്രം പരിശുദ്ധമാണ് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. ആവർത്തന പുസ്തകം 24-ാം അധ്യായം 5-ാം വാക്യത്തിൽ അവിടെ ഒരു കൽപ്പന ഇങ്ങനെയാണ്: ഒരു പുരുഷൻ പുതുതായി ഒരു സ്ത്രീയെ പരിഹരിക്കുമ്പോൾ അവന് യുദ്ധത്തിന് പോകരുത്, അവൻ്റെ മേൽ യാതൊരു ഭാരവും വെക്കരുത്, അവനൊരു സംവത്സരത്തേക്ക് വീട്ടിൽ സ്വതന്ത്രനായി നിന്ന് താൻ പരിഹരിച്ച ഭാര്യയെ സന്തോഷിപ്പിക്കണം. പഴയ നിയമത്തിൽ കുടുംബജീവിതത്തിന് എന്തുമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നാം സ്വയം ഒന്ന് പരിശോധിക്കണം. ഇവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, പുരുഷൻ ഒരു സ്ത്രീ വിവാഹം കഴിക്കുമ്പോൾ അവൻ യുദ്ധത്തിന് പോകരുത്, അവൻ ഭാര്യ പിരിയരുത് എന്നാണ് വചനം പറയുന്നത്. അവൻ്റെ മേൽ യാതൊരു ഭാരവും വെക്കരുത്, അവൻ ഒരു സംവത്സരത്തേക്ക് വീട്ടിൽ സ്വതന്ത്രനായിരുന്ന് താൻ വിവാഹം കഴിച്ച ഭാര്യയെ സന്തോഷിപ്പിക്കണം. ഭർത്താവ് ഭാര്യ, ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കണം. ഇത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ അടിസ്ഥാനമാണ്, പരസ്പരം സന്തോഷിപ്പിക്കുക എന്നുള്ളത്. വീണ്ടും പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത്? 1 കൊരിന്ത്യസ് 7-ാം അധ്യായം 5-ാം വാക്യം പരിശുദ്ധനായ പൗലോസ് പരിശുദ്ധം എഴുതിയിരിക്കുകയാണ്: പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറേ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്, അതിനുശേഷം ഒന്നു ചേരുകയും വേണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സംയമനക്കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. ഇവിടെ കുടുംബജീവിതത്തിൽ പരാജയമുണ്ടാകാനൊരു കാരണം ഈ പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്ന വ്യക്തിജീവിതങ്ങൾ, കുടുംബജീവിതങ്ങളാണ്. പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധം ഭിന്നതയിലാണെങ്കിൽ, പരസ്പരം കലഹത്തിലാണെങ്കിൽ, വാശിയിലാണെങ്കിൽ, വൈരാഗ്യത്തിലാണെങ്കിൽ അവിടെ പിശാച് ആധിപത്യമെടുക്കും. 1 യോഹന്നാൻ 4-ാം അധ്യായം 12-ാം വാക്യം നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന് പറയുന്നത്. ഒരു കുടുംബജീവിതത്തിൽ ദൈവം വസിക്കുന്ന, യേശു വസിക്കുന്നത് തമ്മിൽ സ്നേഹിക്കുമ്പോഴാണ്. തമ്മിൽ സ്നേഹിക്കുമ്പോൾ ദൈവമാണ് വസിക്കുന്നതെങ്കിൽ
തമ്മിൽ തമ്മിൽ വെറുക്കുമ്പോൾ പിശാചാണ് വന്ന് വസിക്കുന്നത്. ഇന്ന് ഒരു വീട്ടിൽ കിടന്നുറങ്ങുന്ന, ഒരു മുറിയിൽ കിടന്നുറങ്ങുന്ന, ഒരു കട്ടിലിൽ കിടന്നുറങ്ങുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ഭിന്നതയിലാണെങ്കിൽ ആ രണ്ട് വ്യക്തികളുടെ നടുവിൽ വന്ന് കിടന്ന് ഉറങ്ങുന്നത് പിശാചായിരിക്കും. ഇന്ന് പിശാചിന് സ്വന്തം കിടക്കയിൽ, സ്വന്തം കുടുംബത്തിൽ അവസരം നൽകുന്ന കുടുംബജീവിതമാണോ നാം നയിക്കുന്നതെന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. ഇവിടെ അതിന് പറയുകയാണ്, വേർപിരിഞ്ഞിരിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതത്തിനായി, അതായത് നോമ്പ് നോക്കാനും ഉപവസിക്കുവാനും വേണ്ടി പ്രാർത്ഥനാ ജീവിതത്തിനായി ഭാര്യയും ഭർത്താവും തീരുമാനിക്കുന്ന കുറച്ച് നാളത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. അതായത് ദാമ്പത്യധർമ്മം നിഷേധിക്കരുത്. അതിനുശേഷം വീണ്ടും ചേരുകയും വേണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സമയക്കുറവിനും പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. ഇന്ന് അനേകം പേര് വ്യഭിചാരം എന്ന പാപത്തിന്, സ്വയംഭോഗം, സ്വർഗഭോഗം, ബ്ലൂ ഫിലിം എന്ന മാരകമായ പാപത്തിന്, പുരുഷബന്ധം, പരസ്ത്രീ ബന്ധം, തെറ്റായ പ്രേമബന്ധം എന്ന മാരകമായ പാപത്തിൽ ചെന്നുപെടാൻ കാരണം, കുടുംബജീവൻ നയിക്കുന്നവർ ഇങ്ങനെയുള്ള പാപത്തിൽ ചെന്നുപെടാൻ കാരണം, ഒരു കാരണം ഇതാണ്: പരസ്പരം നൽകേണ്ട ദാമ്പത്യ ധർമ്മം നിർവഹിക്കപ്പെടുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനമെടുക്കുന്ന കുറച്ച് നാളത്തേക്കല്ല, അതായത് ഭാര്യയും ഭർത്താവും ഒരുമിച്ചെടുക്കുന്ന തീരുമാനമില്ലാതെ, ഭാര്യയുടെ ഇഷ്ടത്തിന് ഞാനിനി ഒരു 50 ദിവസം നോമ്പ് നോക്കാൻ പോവാം, ഇനി ഒരു 10-21 ദിവസം ഉപവസിക്കാൻ പോവാന്ന് ഭാര്യ തീരുമാനിക്കാൻ ഇവിടെ വചനപ്രകാരം അനുവാദമില്ല. ഭർത്താവ് പറയുകയാണ്, ഞാൻ ഒരാഴ്ചത്തേക്ക് ഉപവസിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഞാനൊരു 40 ദിവസത്തേക്ക് ഉപവസിക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അനുവാദമില്ലാതെ, ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ ഭാര്യയ്ക്കോ പ്രാർത്ഥനാ ജീവിതത്തിനായി പിരിയാൻ പോലും അവകാശമില്ല. അതായത് രണ്ടുപേരും ഒരുമിച്ചെടുക്കുന്ന തീരുമാനമല്ലാതെ, രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കുന്ന കുറച്ച് കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുതെന്ന കർത്താവിനെ വചനം പഠിപ്പിക്കുന്നത്. കാരണം ഇത് പിശാചിന് പ്രലോഭനം നൽകാനുള്ള കാരണമായി തീരും. അതുകൊണ്ട് ദാമ്പത്യധർമ്മം നിർവഹിക്കാതെ പരസ്പരം വാശിയും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവുമായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവവചനം എന്തു പറയുന്നു, പഠിപ്പിക്കുന്നുവെന്ന് തിരിച്ചറിയണം. ഈ ദൈവവചനം അനുസരിച്ചല്ല കുടുംബജീവിതം നയിക്കുന്നെങ്കിൽ കുടുംബജീവിതത്തിൽ പിശാചിന് ആധിപത്യം ഉണ്ടാകും, കുടുംബജീവിതം പരാജയപ്പെടും, കുടുംബജീവിതം ദാമ്പത്യജീവിതം തകർന്നു പോകും, തലമുറയ്ക്ക് അത് നാശത്തിൻ്റെ കാരണമായി തീരും. അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിനായി തീരുമാനിക്കുന്ന കുറച്ച് നാളത്തേക്കല്ലാതെ വേർപിരിഞ്ഞിരിക്കാൻ പാടില്ല. വീണ്ടും ഇന്ന് ഏറ്റവും വലിയ വേർതിരിവ് വന്നിരിക്കുന്നത്, ഒന്നല്ലെങ്കിൽ ഭർത്താവ് വിശ്വാസിയായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയായിരിക്കും വിശ്വാസി. വിശ്വാസിയായിരിക്കുന്ന ഭർത്താവ് അല്ലെങ്കിൽ വിശ്വാസമായിരിക്കുന്ന ഭാര്യ തൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച്, തൻ്റെ സ്വന്തം വിശ്വാസത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഇവിടെയാണ് ഇന്ന് ഭർത്താവ് ഒരു സഭയിൽ, ഭാര്യ വേറൊരു സഭയിൽ, ഭാര്യ ഒരു കൂട്ടായ്മയിൽ, ഭർത്താവ് വേറൊരു കൂട്ടായ്മയിൽ, ഭർത്താവ് വേറൊരു സംഘടനയിൽ, ഭാര്യ വേറൊരു സംഘടനയിൽ. ഇന്ന് പരസ്പരം ഐക്യമില്ലാതെ, പരസ്പരം വിശ്വാസത്തിൽ ഐക്യമില്ലാതെ പരസ്പരം ഭിന്നിക്കുന്ന കുടുംബജീവിതം പരിശോധിക്കുക. ഇന്ന് എൻ്റെ വിശ്വാസത്തെ അനുസരിച്ച് ഞാൻ ജീവിക്കുമെന്നുള്ള മനോഭാവം അത് തെറ്റാണ്. അത് എൻ്റെ വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിലേക്ക് എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഇത് കർത്താവ് നൽകുന്ന കൽപ്പനയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. 1 കൊരിന്ത്യസ് 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ കർത്താവ് വചനം പറയുന്നു, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും അവിശ്വാസിയായ ഭാര്യ ആ ഭർത്താവ് മുഖാന്തരം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്നുവരും, ഇപ്പോഴോ അവർ വിശുദ്ധർ ആകുന്നു. അപ്പോൾ നമ്മുടെ തലമുറ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാൻ ഒരു കാരണം, ഇന്ന് ഭർത്താവ് ഒരു വിശ്വാസത്തിൽ, ഭാര്യ വേറൊരു വിശ്വാസത്തിൽ. ഇങ്ങനെ ഒരു വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ തലമുറകളെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ സാധിക്കും? ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബജീവിതം തകർന്നു പോകാനുള്ള കാരണം ഇതാണ്. ഇവിടെ വചനം പറയുകയാണ്, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കണം, അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ ചെയ്താൽ അവിടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. വീണ്ടും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എങ്ങനെയായിരിക്കണം ഭാര്യ, എങ്ങനെയായിരിക്കണം ഭർത്താവ് എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുന്നുണ്ട്. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഭർത്താക്കന്മാരോട് കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അതായത് ഭർത്താവിന് ഭാര്യയുള്ള സ്നേഹം എങ്ങനെയായിരിക്കണമെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, അതായത് ക്രിസ്തു എന്താണ് സഭയ്ക്ക് വേണ്ടി ചെയ്തത്? തൻ്റെ ശരീരം മുറിക്കപ്പെടുവാൻ, രക്തം ചിന്തുവാൻ, തൻ്റെ ജീവൻ ബലിയായി അർപ്പിക്കാൻ കർത്താവായ യേശു ക്രിസ്തു സഭയ്ക്ക് വേണ്ടി അർപ്പിക്കാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇതുപോലെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരത്തെ എന്ന വണ്ണം, അതായത്
ജീവനേക്കാൾ ഉപരിയായി ഭാര്യയെ സ്നേഹിക്കണമെന്ന് ഇവിടെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഭാര്യമാരെങ്ങനെയായിരിക്കണമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22, 23, 24 വാക്കിൽ പറയുന്നു, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. സഭ ക്രിസ്തുവിന് കീഴടങ്ങിയതുപോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിക്കണം. ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. ഈ കൽപ്പന ലംഘിക്കുന്നിടത്തെല്ലാം അത് പാപമായി മാറുന്നു. അതായത് സ്വന്തം ശരീരത്തെ എന്ന വണ്ണം ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം, ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ കീഴടങ്ങണം. ഇവിടെ വചനം പറയുകയാണ്, സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. ഒരിക്കലും ഒരു സഹോദരൻ പറഞ്ഞു, എൻ്റെ ഭാര്യ നാട്ടിലുള്ള എല്ലാ ഭർത്താക്കന്മാരും എന്തു പറഞ്ഞാലും കേൾക്കും, അനുസരിക്കും, ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ അനുസരിക്കില്ല, കേൾക്കില്ല. അതായത് എല്ലാ ഭർത്താക്കന്മാർ പറയുന്നത് അനുസരിക്കാൻ ഭാര്യമാർ തയ്യാറാണ്, എന്നാൽ സ്വന്തം ഭർത്താവ് പറയുന്നത് അനുസരിക്കാൻ വിധേയപ്പെടാൻ തയ്യാറാണോ? അതിന് പറയുന്നത്, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. നാട്ടിലുള്ള അയൽപക്കത്തുള്ള ഏത് ഭർത്താക്കന്മാർ എന്തു പറഞ്ഞാലും കേൾക്കും, അവർ പറയുന്നത് അനുസരിക്കും. എന്നാൽ സ്വന്തം ഭർത്താവ് പറയുന്നത് അനുസരിക്കുന്നുണ്ടോ? സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുന്നുണ്ടോ? ഇന്ന് പലപ്പോഴും എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ അനുസരിക്കാം, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വിധേയപ്പെടാം. ഇവിടെ ശ്രദ്ധിക്കുക, അതിന് കർത്താവ് ഒരു ഉദാഹരണം പറയുകയാണ്. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവ് സഭയ്ക്ക് തലയാകുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഭർത്താവ് തലയാണെങ്കിൽ അതിൻ്റെ അവയവമാണ് അല്ലെങ്കിൽ ഉടലാണ് ഭാര്യ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നത് തല എന്തു പറയുന്നത് അതനുസരിച്ചാണ്. തലയെ അനുസരിക്കുന്നതുകൊണ്ടാണ് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നത്. തല നിശ്ചലമായി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ അവയവം മുഴുവൻ നിശ്ചലമായി. അപ്പോൾ ഇവിടെ ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയായിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയതുപോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങണം. ഇവിടെ ഈ നിയമം ലംഘിക്കുന്നിടത്താണ് കുടുംബ പ്രശ്നം ഉണ്ടാകുന്നത്, ഭാര്യാഭർത്തൃ ബന്ധം പരാജയമാകുന്നത്, ഡൈവോഴ്സിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ നിയമം അനുസരിക്കാൻ വേണ്ടി വില കൊടുക്കണം. അതായത് തൻ്റെ ഭാര്യയെ ജീവന് തുല്യം, ജീവനേക്കാൾ അധികമായി, സ്വന്തം ശരീരത്തേക്കാൾ അധികമായി കർത്താവായ യേശുക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ തൻ്റെ അവസാനത്തുള്ള രക്തവും സഭയ്ക്ക് വേണ്ടി ഊറ്റി നൽകി, തൻ്റെ ജീവനെപ്പോലും സഭയ്ക്ക് വേണ്ടി ബലിയായി സമർപ്പിച്ചു. ഇതുപോലെ ഭാര്യയ്ക്ക് ഭർത്താവ് ഒരു ബലിയായി തീരണം, സ്നേഹത്തിലൂടെ ഒരു ബലിയായി തീരണം. ഇതാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ അടിസ്ഥാനം. ഇതുപോലെ തന്നെ ഭാര്യ ഭർത്താവിന് വിധേയപ്പെടണം. എങ്ങനെ? സകലത്തിനും കീഴടങ്ങണം, സകലത്തിനും വിധേയപ്പെടണം. ഈ രണ്ട് കൽപ്പനകൾ അനുസരിക്കാത്തിടത്തെല്ലാം കുടുംബജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നു, ദാമ്പത്യ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നു. തലമുറകൾക്ക് ഈ മാതാപിതാക്കൾ ഒരു ശാപമായി മാറുകയാണ്. വീണ്ടും കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, പത്രോസിന്റെ ലേഖനം 1 പത്രോസ് അതിൻ്റെ 3-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം പറയുന്നു, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് നിങ്ങളുടെ അലങ്കാരം, തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനമുള്ള മനസ്സ് എന്ന അക്ഷയപൂർണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നത്. ഇവിടെ പത്രോസ്ലീഹ ഇതിന് വ്യക്തമായിട്ട് ഉദാഹരണം അടയാള സഹിതം പറയുകയാണ്. ഭാര്യമാരോട് പറയുകയാണ്, എങ്ങനെ നിങ്ങൾ ഭർത്താവിന് കീഴടങ്ങണം. ഭർത്താക്കന്മാർ കീഴടങ്ങേണ്ടത് അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം, അതായത് ഭർത്താവ് വചനം അനുസരിക്കാതെ പാപത്തിൻ്റെ വഴിയിൽ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് സ്വന്തം ജഡത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ അവരെ നേടുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് നിങ്ങളുടെ അലങ്കാരം, തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമെയുള്ളതല്ല, സൗമ്യതയും സാവധാനമുള്ള മനസ്സ് എന്ന അക്ഷയപൂർണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അതായത് സൗമ്യതയുള്ള സാവധാനമുള്ള മനസ്സ് ഒരു ഭർത്താവിനെ മാനസാന്തരം നയിക്കുമെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതിന് ഉദാഹരണം പറയുകയാണ്, ഇങ്ങനെയാണ് പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർ കീഴടങ്ങിയത്. അതിന് ഉദാഹരണമായിട്ട് പത്രോസ്ലീഹ വെളിപ്പെടുന്നത്
അബ്രാഹാത്തിൻ്റെയും സാറായുടെയും ജീവിതമാണ്. അതിൻ്റെ 6-ാമത്തെ വാക്യം പറയാണ്, അങ്ങനെ സാറ അബ്രാഹാമിനെ യജമാനെന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരിക്കാൻ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നിരുന്നു. ഇവിടെ പത്രോസിലെ ഒരു വ്യക്തിയെ എടുത്തു കാണിക്കുകയാണ്. അബ്രഹാമിനെ സാറ യജമാനനെ എന്ന് വിളിച്ചു. സ്വന്തം ഭർത്താവിനെ ഭാര്യ വിളിച്ചത് പേരാണ് യജമാനനെ എന്ന്. ഇന്ന് ഭർത്താവിന് ഭാര്യ വിളിക്കുന്ന പേരെന്തൊക്കെയായിരിക്കും? നമ്മൾ തിരിച്ചറിയണം, കുടുംബജീവിതത്തിൽ പരാജയം സംഭവിക്കാനുള്ള ഒരു മൂല കാരണം, ഭാര്യ ഭർത്തൃ ബന്ധം പരാജയപ്പെടാൻ കാരണം ഇന്ന് ദൈവവചനം അനുസരിച്ചല്ല ഇന്ന് കുടുംബജീവൻ നയിക്കപ്പെടുന്നത്, വ്യക്തിജീവൻ നയിക്കപ്പെടുന്നത്. അത് മുഖാന്തരമായിട്ട് തലമുറകൾ നാശത്തിൻ്റെ സന്തതികളായി വളരുന്നു. വേര് വിശുദ്ധമെങ്കിൽ ശാഖകളും വിശുദ്ധമാണെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ, അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറകൾക്ക് ജന്മം നൽകാൻ, അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവൻ നയിക്കാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ദൈവവചനമനുസരിച്ച് ഒരു കുടുംബജീവൻ നയിക്കണം. ഒന്നുകൂടി ആ വാക്യം വായിക്കുകയാണ്. 1 കൊരിന്ത്യർ 7:10-11 വാക്യം. വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം. അല്ലെന്ന് വരികിൽ ഭർത്താവിനോട് നിരന്നുകൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത്. അതായത് പരസ്പരം സ്നേഹത്തിൽ, ഐക്യത്തിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ, മരണം വരെ ദൈവം നൽകിയിരിക്കുന്ന ആയുസ് അതിൻ്റെ പൂർണ്ണതയിൽ ഒരു സ്നേഹത്തിൽ, ഐക്യത്തിൽ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് ഭാര്യ നാട്ടിലും ഭർത്താവ് വിദേശത്തുമാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഇനി ഭാര്യ വിദേശത്താണ്, ഭർത്താവ് നാട്ടിലാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് പണത്തിന് വേണ്ടി, സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഭാര്യ ഭർത്തൃബന്ധം പിരിയുമ്പോൾ, ഇന്ന് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, സ്വന്തം വാശിയും വൈരാഗ്യവും ജയിക്കാൻ വേണ്ടി ഭാര്യ ഭർത്തൃബന്ധങ്ങൾ പിരിയുമ്പോൾ അത് തലമുറകൾക്ക് നാശമായി തീരുമെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട തലമുറ ജന്മം നൽകാൻ വേണ്ടി, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവൻ നയിക്കാൻ വേണ്ടി നമുക്ക് തീരുമാനമെടുക്കാം. അതിനായി ദൈവവചനമനുസരിച്ച് കുടുംബജീവിതം, പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃബന്ധം ദൈവവചനമനുസരിച്ചായിത്തീരുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന യുവതി യുവാക്കൾ തിരിച്ചറിയുക, ഈ ദൈവവചനമനുസരിച്ച് ഒരു ഭാര്യ ഭർത്തൃബന്ധം, ഒരു കുടുംബജീവൻ നയിക്കുവാൻ കൃപ ലഭിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കുടുംബജീവൻ നയിക്കുന്നവർ ഇത് കർത്താവിൻ്റെ കൽപ്പനയാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവവചനമനുസരിച്ച് ഒരു കുടുംബജീവൻ നയിക്കാൻ, ദാമ്പത്യ ജീവൻ നയിക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കും ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട് യേശുക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെടുന്ന കുടുംബജീവിതമായി തീരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവെ ദൈവവചനമനുസരിച്ച് പരിശുദ്ധമായ പവിത്രമായ കൂദാശ, വിവാഹമെന്ന കൂദാശ പവിത്രമായി സ്വീകരിക്കുവാൻ, പരിശുദ്ധമായി സ്വീകരിക്കുവാൻ, ദൈവവചനമനുസരിച്ച് പരസ്പരം സ്നേഹത്തിൽ, ഐക്യത്തിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ, മരണം വരെ വേർപിരിയാത്ത ഒരു കുടുംബജീവൻ നയിക്കുവാൻ അവർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിൽ നയിക്കപ്പെട്ട ഓരോ വ്യക്തികളും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരസ്പരം സ്നേഹിച്ച്, പരസ്പരം ക്ഷമിച്ച്, സഹിച്ച്, കുടുംബജീവിതം ഒരു സഹനത്തിൻ്റെ ജീവിതമാണ് തിരിച്ചറിഞ്ഞ് പരസ്പരം സ്നേഹിച്ച് സഹിച്ച് ജീവിക്കുവാൻ കൃപ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധം വേർപിരിയാൻ വേണ്ടി ഡൈവോഴ്സിൻ്റെ വക്കിൽ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ്, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ ജീവിത പങ്കാളി ഉപേക്ഷിക്കാൻ ദൈവവചനം അനുവദിക്കുന്നില്ല എന്നുള്ള വചനമനുസരിച്ച് നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുടുംബബന്ധം വേർപിരിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സുബോധം നൽകണം, വിവേകം നൽകണം, അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾക്ക് ജന്മം നൽകുവാൻ കർത്താവ് പരിശുദ്ധാത്മാവെ ദൈവവചനത്തിൽ പണിയപ്പെടുന്ന ഒരു കുടുംബം നയിക്കാൻ എല്ലാവരും സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഡൈവോഴ്സിൻ്റെ വക്കിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹബന്ധം വേർപിരിയാൻ വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുബോധം നൽകണം, വിവേകം നൽകണം, ദൈവവചനമനുസരിച്ച് എല്ലാ സഹനങ്ങളും സന്തോഷമായി സ്വീകരിച്ച് തലമുറയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ എല്ലാ കുടുംബജീവിതങ്ങളെ സഹായിക്കുവാനാണ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, കാനാവിലെ കല്യാണ വീട്ടിൽ കടന്നു വന്ന് അവിടുത്തെ കുറവുകളെ കണ്ട് പുത്രൻ നമ്മൾ അപേക്ഷിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ കുറവുകൾ കണ്ട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ ഞങ്ങളുടെ കുടുംബജീവിതത്തിന് വേണ്ടി, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
എല്ലാ മഹത്വവും പിതാവിടുന്ന് മാത്രം എടുക്കണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.